അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് കഴിഞ്ഞ 5ാം ക്ലാസ്സിൽ കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് പൊതുപരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. നമുക്ക് വിശദമായിട്ട് പരിശോധിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമുക്ക് വരിക ശരിയുത്തരത്തിൻ്റെ കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക എന്നുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ അതിൽ വരുന്ന ചോദ്യങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ വന്ന ചോദ്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഒന്ന്, ഹാ ഉൽ അമീറിനെ നീട്ടി ഓതണം. ഹാ ഉൽ അമീറിനെ നീട്ടി ഓതേണ്ടത് എപ്പോഴാണെന്നുള്ളതാണ്. അതിന് 3 ഉദാഹരണങ്ങൾ കൊടുത്തതിൽ ഏതാണ് ശരി എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ പഠിച്ചതാണല്ലേ, ഹാ ഉൽ അമീറിന് മുമ്പും ശേഷവും ഹർക്കത്ത് ഉണ്ടെങ്കിൽ നീട്ടി ഓതണം, ഇല്ലെങ്കിൽ നീട്ടാതെ ഓതണം അല്ലേ. അപ്പം നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. വ നറാഹു ഖരീബ, ലഹുൽ മുൽക്കു, വ അംറുഹു ഇലല്ലാ അല്ലേ. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ വ നറാഹു ഖരീബ, ഇവിടെ എന്താണ്, നമുക്ക് ഒന്നാമത്തെ ഉദാഹരണത്തിൽ ഇവിടെ സുക്കൂനാണ്, അപ്പോൾ അവിടെ നീട്ടാൻ പാടില്ല. ലഹുൽ മുൽക്കു എന്നുള്ളിടത്ത് ഹായിന് ശേഷം സുക്കൂനാണ്, അവിടെ നീട്ടാൻ പാടില്ല. വ അംറുഹു ഇലല്ലാ എന്നുള്ളിടത്ത് മുമ്പും ശേഷവും ഹർക്കത്താണ്, അപ്പോൾ അതാണ് ശരി. പിന്നെ നീട്ടി ഓതേണ്ട ഭാഗത്തൊന്നും ഇതാ നമുക്ക് ഇങ്ങനെ പഠിച്ചിട്ടുണ്ടല്ലോ, ഒന്നുകിൽ ഒരു വാവു സഗീറ അല്ലെങ്കിൽ ഒരു യാവു സഗീറ ഒക്കെ ഉണ്ടാവും. അത് നമുക്ക് അതും കൂടി നോക്കി മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തൊരു ചോദ്യം ഉള്ളത്, റായിനെ തർക്കീക്ക് ചെയ്ത് ഉച്ചരിക്കണം. റായിനെ തർക്കീക്ക് ചെയ്ത് ഉച്ചരിക്കേണ്ട 4 സ്ഥലങ്ങളും തഫ്ഹീം ചെയ്യേണ്ട 5 സ്ഥലങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഈ താഴെ കൊടുത്ത ഉദാഹരണത്തിൽ ഏതാണ് തർക്കീക്ക് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അല്ലദി ഇർതള, അബ്സിർ ബിഹി, അൽ ഫുർഖാൻ, ഇങ്ങനെ 3 ഓപ്ഷൻ ഉണ്ട്. അല്ലദി ഇർതള എന്നുള്ളിടത്ത് എന്താണ്, റായിന് സുക്കൂനാണ്, മുമ്പ് കെസറുണ്ട്, പക്ഷേ അതെന്താണ് മുഫസിലാണല്ലേ, അതുകൊണ്ട് അവിടെ എന്ത് ചെയ്യണം, തഫ്ഹീമാണ്. അബ്സുർ ബിഹി എന്നുള്ളിടത്ത് റായിന് സുക്കൂനാണ്, മുമ്പുള്ളത് എന്താണ്, അബ്സിർ ബിഹി അല്ലേ, മുമ്പുള്ളത് കെസറാണ്, അതുകൊണ്ട് അവിടെ തർക്കീക്കാണ് വേണ്ടത്. അൽ ഫുർഖാൻ എന്നുള്ളിടത്ത് റായിന് സുക്കൂന് മുമ്പ് ലമ്മ ആയതുകൊണ്ട് തഫ്ഹീമാണ് വേണ്ടത്. അപ്പോൾ അബ്സിർ ബിഹി എന്നുള്ളതാണ് ശരി കേട്ടോ. അടുത്ത ചോദ്യമുള്ളത്, അലിഫിനെ തഫ്ഹീം ചെയ്ത് ഉച്ചരിക്കണം. അലിഫിനെ തഫ്ഹീം ചെയ്യേണ്ടപ്പോൾ നമ്മൾ പഠിച്ചത്, അലിഫിനെ തഫ്ഹീം ചെയ്യേണ്ടത് അലിഫിൻ്റെ മുമ്പുള്ള അലിഫ് നീട്ടാൻ വന്നത് തഫ്ഹീമിൻ്റെ അക്ഷരത്തെ ആണെങ്കിലാണല്ലേ. അപ്പം സലാമുൻ എന്നുള്ള ഉദാഹരണമുണ്ട്, റുഹാവ് ഉദാഹരണമുണ്ട്, സുബാത്ത എന്ന ഉദാഹരണമുണ്ട്. ഇപ്പോൾ അലിഫുള്ള ലാമിൽ ഒന്നാമത്തെ ലാമിനാണ് അലിഫ് വന്നത്, അവിടെ എന്താണ്, ലാമ് തഫ്ഹീമിൻ്റെ അക്ഷരമല്ല, അപ്പം എന്തല്ല, തഫ്ഹീം ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ റുഹാ എന്നുള്ളടത്ത് ഹായിന് വന്നിട്ടുണ്ട്, അപ്പോൾ ഹാ തഫ്ഹീമിൻ്റെ അക്ഷരമായതുകൊണ്ട് ഈ അലിഫിനെയും എന്ത് ചെയ്യണം, തഫ്ഹീം ചെയ്യണം അല്ലേ. സുബാത്ത എന്നുള്ളടത്ത് ബാ തഫ്ഹീമിൻ്റെ അക്ഷരമല്ല, അപ്പോൾ അലിഫിനെ തഫ്ഹീം ചെയ്യേണ്ട. അപ്പോൾ ശരി ഉത്തരം റുഹാ എന്നുള്ളതാണ് കേട്ടോ. അടുത്ത ചോദ്യമുള്ളത്, അലിഫ് ലാമിനെ ഇദ്ഗാം ചെയ്ത് ഓതണം. എപ്പോഴാണ് അലിഫ് ലാമിനെ ഇദ്ഗാം ചെയ്ത് ഓതേണ്ടത് എന്നുള്ളതാണ്. വൽ ഫജ്ർ ഉദാഹരണമുണ്ട്, അതുപോലെ തന്നെ വൽ അസ്ർ ഉദാഹരണമുണ്ട്, വത്താരിഖ് ഉദാഹരണമുണ്ട്. എന്താണ്, വൽ ഫജ്ർ എന്നുള്ളടത്ത് അലിഫ് ലാമിനെ ഇദ്ഗാം ചെയ്തില്ല, വൽ അസ്ർ എന്നുള്ളടത്തും ഇദ്ഗാം ചെയ്തില്ല. പിന്നെ എന്താണ്, വത്താരിഖ് അല്ലേ, വത്താരിഖ് എന്നുള്ളടത്താണ് ഇദ്ഗാം ചെയ്തത്. അപ്പോൾ നമ്മൾ എന്താണ്, ഈ ഷംസിയയും കമരിയ അക്ഷരങ്ങൾ അവിടെ വരുന്ന സംഭവമാണല്ലേ അത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അശംസ് നമ്മൾ പറയില്ല, അശംസു അല്ലേ, അശംസു എന്നുള്ളടത്ത് എന്താണ്, അശംസു, ഇവിടെ ലാമിനെ ഇദ്ഗാം ചെയ്തു. അപ്പോൾ ഇത്തരം ഇദ്ഗാം ചെയ്യുന്ന അക്ഷരങ്ങൾക്കാണ് ഷംസിയ അക്ഷരം എന്ന് പറയുക. അപ്പോൾ ഷംസിയ അക്ഷരങ്ങൾ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, അവിടെ ലാമിനെ ഇദ്ഗാം ചെയ്യുമെന്ന് മനസ്സിലാക്കുക. പിന്നെ വൽ ഖമർ അല്ലേ, അൽ ഖമർ എന്ന് പറയട്ടോ, ഖമർ, അൽ ഖമർ എന്നുള്ളടത്ത് ഖമർ എന്ന് പറഞ്ഞിടത്ത് എന്തില്ല, അവിടെ ലാമിനെ വെളിവാക്കിയാണ് ഉച്ചരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, അൽ ഖമർ. അപ്പോൾ അത്തരം അക്ഷരങ്ങൾക്കാണ് എന്താ പറയുക, ഖമരിയ അക്ഷരം എന്ന് പറയുക. അപ്പോൾ അത് കാര്യം മനസ്സിലാക്കിയാൽ നമുക്ക് കുറേയൊക്കെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവും കേട്ടോ. അപ്പം അത്രയും കാര്യങ്ങളാണ്. പിന്നെ അടുത്തതായിട്ട് മറ്റൊരു ചോദ്യപേപ്പറിൽ കാണുന്നത് നോക്കാം നമുക്ക്. ഹാ ഉൽ അമീറിനെ നീട്ടി ഓതിന് ഉദാഹരണമാണ് ഇവിടെയും ചോദിച്ചിട്ടുള്ളത്. ലഹുൽ മുൽക്കു വലഹുൽ ഹംദു ലഹു ദാഫിഉ. ഏതാണ്, ലഹുൽ മുൽക്കു എന്നുള്ളിടത്ത് ശേഷം എന്താണ്, സുക്കൂനുണ്ട് അല്ലേ. പിന്നെ വലഹുൽ ഹംദു എന്നുള്ളിടത്തും ശേഷം സുക്കൂനുണ്ട്, അപ്പോൾ അവിടെ രണ്ടും നീട്ടി ഓതില്ല. ലഹു ദാഫിഉ അല്ലേ, ലഹു ദാഫിഉ എന്ന് മുമ്പും ശേഷവും ഹറക്കത്താണ്. അതുപോലെ ഇവിടെ ഒരു കുഞ്ഞ് വാവിനൊക്കെ കാണുന്നുണ്ട്, അപ്പം അതാണ് നീട്ടി ഓതേണ്ടതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അടുത്ത ചോദ്യം, ലാമിനെ വ്യക്തമായി ഉച്ചരിക്കണം. ഉദാഹരണം, ലാമിനെ ഇവിടെ വ്യക്തമാക്കേണ്ടത് വൽ അസ്ർ വത്തീൻ വസ്സമാ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വൽ അസ്ർ അല്ലേ, അവിടെയാണ് ലാമിനെ വ്യക്തമാക്കേണ്ടത്. മറ്റുള്ളിടത്തൊക്കെ ലാമിനെ ഇദ്ഗാം ചെയ്ത് ഉച്ചരിച്ചിരിക്കുക കേട്ടോ.
അടുത്ത ചോദ്യം ഉള്ളത് വാവിനെ തഫ്ഹീം ചെയ്ത് ഓതിയതിന് ഉദാഹരണം. വാവ് തഫ്ഹീമിൻ്റെ അക്ഷരമൊന്നുമല്ല, പക്ഷേ വാവിനെ എപ്പോഴാണ് തഫ്ഹീം ചെയ്യുക? തഫ്ഹീമിൻ്റെ അക്ഷരങ്ങളെ നീട്ടാൻ വന്ന വാവിനെ തഫ്ഹീം ചെയ്യൂലേ. നമുക്ക് കാലു ത്വാഇർക്കും എന്നുണ്ട്, കൂ അംഫുസക്കും എന്നുണ്ട്, താബു വസ്ലഹു എന്നുണ്ട്. എന്താണ് ഇവിടെ കാലു എന്നുള്ളടത്ത് ലാമിനെയാണ് നീട്ടാൻ വന്നത്, കൂ എന്നുള്ളടത്ത് കാഫിനെയാണ് നീട്ടാൻ വന്നത്, താബു എന്നുള്ളടത്ത് ബായിനെ നീട്ടാൻ വന്നത്. അപ്പോൾ ഏതാണ് ഇവിടെ തഫ്ഹീമിൻ്റെ അക്ഷരം? തഫ്ഹീമിൻ്റെ അക്ഷരം ക എന്നുള്ളതാണ്. ഇതുകൊണ്ട് കാഫിനെ നീട്ടാൻ വന്ന വാവിനെ തഫ്ഹീം ചെയ്യണം അല്ലേ. അടുത്ത ചോദ്യമുള്ളത് റായിനെ തർക്കീക്ക് ചെയ്ത ഉദാഹരണം. റായിന് തർക്കീക്ക് ചെയ്തതിന് ഉദാഹരണമാണ്. റായിനെ തർക്കീക്ക് ചെയ്യൽ എപ്പോഴാണ്? റായിന് കസ്റോ അല്ലെങ്കിൽ റായിന് സുക്കൂന് മുമ്പ് കസ്റോ അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് അല്ലേ. അപ്പോൾ തർക്കീക്ക് ചെയ്യേണ്ട സമയം എപ്പോഴാണെന്നുള്ള നമുക്ക് അറിയണം കേട്ടോ. അപ്പോൾ ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്? യുരീദൂന, റാജിഊന്, തുഹ്ഷറൂന്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ തുഹ്ഷറു എന്നുള്ളത് റായിന് ലമ്മാണുള്ളത്, അപ്പം തഫ്ഹീം ചെയ്യണം. പിന്നെ റാജിഉ എന്നുള്ളത് റായിന് ഫത്ഹാണുള്ളത്, അപ്പോഴും തഫ്ഹീം ചെയ്യണം. പിന്നെ യുരീദൂന എന്നുള്ളത് റായിന് കെസറാണുള്ളത്, അപ്പോൾ തർക്കീക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ എന്തുവാ ശരി? യുരീദൂന എന്നുള്ളതാണ് ശരി. ഇനി അടുത്ത ചോദ്യമുള്ളത് റസ്മുൽ ഉസ്മാനിയിലെ അൽ ബദലിന് ഉദാഹരണം. റസ്മുൽ ഉസ്മാനിയിലെ ഒരുപാട് നിയമങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ബദലിന് ഉദാഹരണമാണ് ചോദിച്ചത്. സ്വലാത്ത്, സലാം. എന്താണ് ബദൽ? ബദൽ എന്ന് പറഞ്ഞാൽ ഒരു അക്ഷരത്തിന് പകരം മറ്റൊരു അക്ഷരം എഴുതാനാണല്ലേ. അപ്പോൾ സ്വലാത്ത് സാധാരണ ഈ രൂപത്തിലാണ് നമ്മൾ അറബിയിൽ എഴുതുകയാണെങ്കിൽ എഴുതുക. പക്ഷേ റസ്മുൽ ഉസ്മാനിയിൽ ഇങ്ങനെ വാവിട്ടിട്ട് എഴുതിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതാണ് റസ്മുൽ ഉസ്മാനിയിൽ അതിന് ബദലിന് ഉദാഹരണം അല്ലേ. അലിഫിന് പകരം വാവിനെ എഴുതി. അപ്പം സ്വലാത്ത് എന്നുള്ളതാണ് ശരി കേട്ടോ. ഇത് സ്വലാത്ത് എന്നാണ് വായിക്കുക, സ്വലവാത്ത് എന്നല്ല എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. അടുത്ത ചോദ്യം ബായിനെ മീമിൽ ഇദ്ഗാം ചെയ്ത്. ബായിനെ മീമിൽ ഇദ്ഗാം ചെയ്തതിന് ഉദാഹരണം ഇർക്കം മഅന, യദ്രിബ് മസലൻ, പിന്നെ ഷരീബ മിൻഹു. ഇതിലേതാണ് ബായിനെ മീമിൽ ഇദ്ഗാം ചെയ്തത്? ഇദ്ഗാം ചെയ്യുന്ന ഇതിൽ നമുക്കറിയാം ആദ്യത്തെ അക്ഷരത്തിനില്ലേ സുക്കൂന് വേണം. അപ്പോൾ ഇവിടെ ബായിനെ മീമ് എന്ന് പറയുമ്പോൾ ഇവിടെ ബായിനെ ഹർക്കത്താണ്, ഇവിടെയും ബായിനെ ഹർക്കത്താണ്. അപ്പോൾ അവിടെ ഒന്നും എന്തില്ല? ഇദ്ഗാമില്ല. ഇവിടെ ബായിന് സുക്കൂനുള്ളത്. അപ്പോൾ ഒന്നാമത്തതിനെ രണ്ടാമത്തതിലേക്ക് ഇദ്ഗാം ചെയ്യും. അപ്പോൾ എന്താണ്? ഇർക്കം മഅന എന്ന് പറയും കേട്ടോ. അപ്പം ഇതാണ് ശരി. ഇനി അടുത്ത ചോദ്യം റസ്മുൽ ഉസ്മാനി നിയമങ്ങളിലെ അൽ ഹദ്ഫിന് ഉദാഹരണം. നേരത്തെ നമ്മൾ ബദലിന് ഉദാഹരണം കണ്ടു, ഇനി ഹദ്ഫിന് ഉദാഹരണമാണ്. ഹദ്ഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരക്ഷരത്തെ കളയുന്നതിനാണ് പറയുക അല്ലേ. അപ്പോൾ നമുക്ക് റഹ്മാൻ ഉണ്ട് ഉദാഹരണം, അദ്ഹബൻ ഉണ്ട് ഉദാഹരണം, അസ്വലാത്ത് എന്ന ഉദാഹരണമുണ്ട്. ഇതിലേതാണ് ശരി? റഹ്മാൻ എന്നതാണ് ശരി. കാരണം ഇവിടെ റഹ്മാൻ എന്ന് നീട്ടാൻ അലിഫിനെ ഒഴിവാക്കിയിട്ടുണ്ട് അല്ലേ. പിന്നെ ഇവിടെ അധികം ഒരു അക്ഷരമുണ്ട്. ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ബദലിനുള്ള ഉദാഹരണമാണ്. അപ്പം ആ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കട്ടോ. അടുത്ത ചോദ്യം ഖുർആൻ ഒരു മുസ്ഹഫിൽ ക്രോഡീകരിക്കാൻ നിർദ്ദേശ ഖലീഫ ആരാണെന്നുള്ളതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു. ആരാണ് ഒരു ഗ്രന്ഥരൂപത്തിൽ ക്രോഡീകരിക്കാൻ നിർദ്ദേശിച്ചത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് അല്ലേ. ആരെ നിർദ്ദേശപ്രകാരമാണെന്നുള്ളതും കൂട്ടത്തിൽ മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇനി അപ്പം ആ രൂപത്തിലാണ് ഒന്നാമത്തെ ചോദ്യങ്ങൾ വരിക. ഇനി രണ്ടാമത്തെ ഒരു ചോദ്യങ്ങൾ വരുന്നത് ചേരുംപടി ചേർക്കുക എന്നുള്ള രൂപത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും. ഉത്തരങ്ങൾ രണ്ടും അവിടെ ഉണ്ടാവും, നമ്മളത് ശരിക്കും നോക്കിയാൽ മതി. ഇപ്പം ഈ കഴിഞ്ഞ രൂപത്തിലുള്ള ഈ ചോദ്യങ്ങളും അതുപോലെ തന്നെ ഈ ചോദ്യങ്ങളും നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. കാരണം ചോദ്യവും ഉത്തരവും അവിടെ ഉണ്ട്, നമുക്ക് ഫുൾ മാർക്ക് കിട്ടേണ്ട ഭാഗങ്ങളാണ്. അത് നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ വായിച്ചു നോക്കാം. യുദിയിലേക്ക മിൻഹുൽ വത്തീൻ ജസാഅൻ അൽ ഖാരിഅതു ഫിസ്സൂർ. ഒരുപാട് ഉദാഹരണങ്ങൾ കൊടുത്തേക്കാണെങ്കിൽ അതിലെന്താണുള്ളതെന്ന് പുറത്ത് കൊടുത്തിട്ടുണ്ട്. അലിഫിനെ തഫ്ഹീം ചെയ്യണം, അലിഫിനെ തർക്കീക്ക് ചെയ്യണം, അലിഫിനെ തഫ്ഹീം ചെയ്യണം, ഹായിനെ നീട്ടാതെ ഓതണം, വാവിനെ തഫ്ഹീം ചെയ്യണം, ഹായിനെ നീട്ടി ഓതണം. അപ്പോൾ നമ്മൾ ഈ ഭാഗങ്ങൾ ഫസ്റ്റ് നോക്കിയിട്ട് ചെയ്യലാണ് നമുക്ക് സുഖം ഉണ്ടാകാൻ തോന്നുന്നത്. കാരണം നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. നമുക്ക് ഒന്നാമത്തെ നോക്കാം. അലിഫിനെ തഫ്ഹീം ചെയ്യണം എന്ന് പറഞ്ഞതിൽ അലിഫിനെ തർക്കീക്ക് ചെയ്യണം. ഇവിടെ അലിഫിനെ തർക്കീക്ക് ചെയ്യേണ്ടതാണ്. യുദിയിലേക്കാന്നുള്ളത് അലിഫിനെ തർക്കീക്ക് ചെയ്യുന്നിടത്തൊന്നുമില്ല. ഈ മിൻഹുൽ വത്തീൻ ജസാ ഇല്ലേ, ജസാ എന്നുള്ളിടത്ത് ജ എന്ന അക്ഷരത്തെ നീട്ടാൻ എന്ത് വന്നിട്ടുണ്ട്? അലിഫ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെന്ത് ചെയ്യണം? അങ്ങനെ ഓതണം അല്ലേ, തർക്കീക്ക് ചെയ്ത് ഓതണം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് എ എന്ന് എഴുതി കൊടുക്കേണ്ടത്. ഇതാണ് എ. പിന്നുള്ളത് അലിഫിനെ തർക്കീക്ക് ചെയ്യാണ് വേണ്ടത്, അലിഫിനെ തഫ്ഹീം ചെയ്യാണ് വേണ്ടത്. അലിഫിനെ തഫ്ഹീം ചെയ്യണം എപ്പോഴാണ് ചെയ്യുക? അലിഫിനെ തഫ്ഹീം ചെയ്തതിൽ എന്താണ് നമ്മളെ തഫ്ഹീമിൻ്റെ അക്ഷരത്തെ നീട്ടാൻ വരുന്ന സമയത്താണ്. അപ്പോൾ ഇവിടെ അൽ ഖാരിയത്തിൻ്റെ അവിടെ കാണുന്നുണ്ട് ഖാഫിന് നീട്ടാൻ അലിഫ് വന്നിട്ടുണ്ട് അല്ലേ. ഖാഫിന് നീട്ടാൻ അലിഫ് വന്നിട്ടുണ്ട്. അപ്പോൾ അലിഫിന് എന്ത് ചെയ്യണം? തഫ്ഹീം ചെയ്യണം. അപ്പോൾ അൽ ഖാരിയ എന്നുള്ളതാണ് അലിഫിനെ തഫ്ഹീമായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതെന്താണ്? ബി ആണ് കേട്ടോ. ഇനി അടുത്ത് ഹായിനെ നീട്ടാതെ ഓതണം. ഹായിനെ നീട്ടാതെ ഓതേണ്ടത് എവിടെയാണ്? ഹായിന് മുമ്പോ ശേഷമോ എവിടെയെങ്കിലും ഒന്ന് സുക്കൂനാണ് വന്നിട്ടുണ്ടെങ്കിൽ അല്ലേ.
യുദീഹി എന്നുള്ളിടത്ത് ഇവിടെ ഹാ ഉണ്ട്, പക്ഷേ മുമ്പും ശേഷം ഹർക്കത്താണ്. മിൻഹു എന്നുള്ളിടത്ത് എന്തുണ്ട്, ഹാ ഉണ്ട്, പക്ഷേ മുമ്പ് എന്താണ് സുക്കൂൻ ആയതുകൊണ്ട് നീട്ടാതെ ഓതണം. അപ്പോൾ എന്താണ് ഹായിനെ നീട്ടാതെ ഓതണം എന്നുള്ള മിൻഹുൽ വത്തീൻ അല്ലേ, അതാണ് ശരിക്ക് ഹായിനെ നീട്ടാതെ ഓതേണ്ടത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, സി എന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ പിന്നെ ഉള്ളത് വാവിനെ തഫ്ഹീം ചെയ്യണം. വാവിനെ തഫ്ഹീം ചെയ്യുമ്പോൾ വാവ് ഏതിനെ നീട്ടാൻ വരണം, തഫ്ഹീമിൻ്റെ അക്ഷരത്തിൽ നീട്ടാൻ വരണം. അപ്പോൾ ഇനി 1ഉം 5ഉം നമുക്ക് ബാക്കിയുള്ളത്. 1ഉം 5ലും ഫിസ്സൂർ എന്നുള്ളിടത്ത് 5ലില്ലേ, ഫിസ്സൂർ എന്നുള്ള സ്വാദ് ഉണ്ട്, അതിനെ നീട്ടാൻ വാവ് വന്നിട്ടുണ്ട്. ഹുസ്സ ലഖത്തിൻ അല്ലേ, സ്വാദ് തഫ്ഹീമിൻ്റെ അക്ഷരമാണ്, അതിനെ നീട്ടാൻ തന്നിട്ടുണ്ട്, വാവ് വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കുക, ഡി എന്ന് എഴുതി കൊടുക്കണം. ഇനിയുള്ളത് ഹായിനെ നീട്ടി ഓതണം എന്നുള്ളതാണ്. ഹായിനെ നീട്ടി ഓതേണ്ടത് എവിടെയാണ്, മുമ്പും ശേഷവും ഹർക്കത്താണെങ്കിലാണ് അല്ലേ. ഇവിടെ ഹാ വന്നിട്ടുണ്ട്, അതിൻ്റെ മുമ്പും ശേഷവും ഹർക്കത്തുണ്ട്, അതുകൊണ്ട് അതിനെന്ത് ചെയ്യണം, ഹായിനെ നീട്ടി ഓതണം. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്താൽ ഈ എന്ന് എഴുതി കൊടുക്കാം. ഈ രൂപത്തിൽ ഇത് ഏതെങ്കിലും ഒരു ഭാഗം നോക്കി കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഈ ഒരു ഭാഗം എഴുതണം. കാരണം ചോദ്യം ഉത്തരവും ഇവിടെ ഉള്ളതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ അത് പൂരിപ്പിച്ച് കൊടുക്കണം കേട്ടോ. ഇനി മറ്റൊരു ചോദ്യ പേപ്പറിലുള്ള മക്കളെ ചേരുമ്പോൾ ചേർക്കുക എന്നുള്ള ചോദ്യങ്ങൾ നോക്കാം. റായിനെ തർക്കീക്ക് ചെയ്തു, അലിഫിനെ തഫ്ഹീം ചെയ്തു, വാവിനെ തഫ്ഹീം ചെയ്തു, ഹാവുല്ലമീറിനെ നീട്ടി ഓതി, ഹാവുല്ലമീറിനെ നീട്ടാതെ ഓതി, ഇങ്ങനെയുള്ളതാണ്. അതിന് ഉദാഹരണങ്ങൾ മസ്തൂർ, ബിഹി നഫഅ, സമീഉം ബസീർ, ബിഹിൽ അർള്, മർലാത്ത്, ഇങ്ങനെയൊക്കെ ഇവിടെ ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. റായിനെ തർക്കീക്ക് ചെയ്തു. റായിനെ തർക്കീക്ക് ചെയ്യുന്നതിൻ്റെ സമയങ്ങളൊക്കെ നമ്മൾ പഠിക്കണം കേട്ടോ. 4 സമയങ്ങളിൽ തർക്കീക്ക് ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേതാണ് ഇവിടെ വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. റായിനെ എന്താണ് തർക്കീക്ക് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, എന്താണ് ഇവിടെ മസ്തൂർ എന്നുള്ളിടത്ത് എന്തുണ്ട് ഉണ്ടോ, മസ്തൂർ എന്നുള്ളിടത്ത് ബിഹി നഫഅ എന്നുള്ളിടത്തുണ്ടോ, സമീഉം ബസീർ ഇല്ലേ, സമീഉം ബസീർ എന്നുള്ളിടത്ത് റാ ഉണ്ട്, അതിന് മുമ്പ് എന്തുണ്ട്, യാ ഉണ്ട് അല്ലേ. അപ്പം റായിനെ തർക്കീക്ക് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ സി എന്ന് എഴുതി കൊടുക്കാം. പിന്നുള്ളത് എന്താണ്, റായിനെ തർക്കീക്ക് ചെയ്തു, സമീഉം ബസീർ. അലിഫിനെ തഫ്ഹീം ചെയ്തു. അലിഫിനെ തഫ്ഹീം ചെയ്യുന്നത് എവിടെ ഉള്ളത്, മസ്തൂറിൻ്റെ അവിടെ അല്ല, ബിഹി നഫഅ, ബിഹിൽ അർള്, മർലാത്ത് ഇല്ലേ, ലാദ്, ഹുസ്സ തിൻകിൽ എന്ന ഇതിൽ പെട്ടതാണ് ലാദ്. അപ്പോൾ അതിനെ നീട്ടാൻ വന്ന അലിഫിനെ എന്ത് ചെയ്യണം, തഫ്ഹീം ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഈ എന്ന് എഴുതി കൊടുക്കുന്നു കേട്ടോ. അടുത്തത് വാവിനെ തഫ്ഹീം ചെയ്തു. വാവിനെ തഫ്ഹീം ചെയ്യലപ്പോഴാണ് വാവ് നീട്ടാൻ വരുന്നത്, എന്ത് ചെയ്യണം, തഫ്ഹീമിൻ്റെ അക്ഷരത്തെ ചെയ്യണം. എന്താ മസ്തൂർ എന്നുള്ളിടത്തുണ്ടല്ലേ, ത്വാവിനെ നീട്ടാൻ വാവ് വന്നു, അപ്പോൾ അതിനെ തഫ്ഹീം ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മളിവിടെ എ എന്ന് എഴുതി കൊടുക്കുന്നു. പിന്നെ ഹാവുല്ലമീറിനെ നീട്ടി ഓതി. ഹാവുല്ലമീറിനെ നീട്ടി ഓതിയത് എവിടെ, ഹാവുല്ലമീറിനെ നീട്ടി ഓതി ബിഹി നഫഅ അല്ലേ, ഹായിന് മുമ്പും ശേഷവും ഹർക്കത്താണ്. അതുപോലെ ഇവിടെ നമുക്ക് മറ്റ് അടയാളങ്ങളൊക്കെ ഉണ്ട് ഇല്ലേ, നീട്ടി ഓതണം എന്നുള്ളതിൻ്റെ അടയാളം ഉണ്ട്. അപ്പോൾ എന്താണ്, ബി ആണ് അതിൻ്റെ ഉത്തരം. അടുത്തത് ഹാവുല്ലമീറിനെ നീട്ടാതെ ഓതി, മുമ്പോ ശേഷമോ അതിന് സുക്കൂനുണ്ടാവും. ബിഹിൽ അർള് എന്നുള്ളിടത്ത് ഇവിടെ സുക്കൂനുണ്ട് അല്ലേ, ശേഷം സുക്കൂനുണ്ട്. അപ്പോൾ നമുക്കതിന് നീട്ടാതെ ഓതണം. ഇവിടെ എന്ത് ചെയ്യണം, നീട്ടാതെ ഓതി എന്ന് കൊടുക്കുന്നു, ഡി എന്ന് കൊടുക്കുന്നു കേട്ടോ. അപ്പോൾ ഈ രൂപത്തിൽ ഈ ഒരു മാർക്ക് നഷ്ടപ്പെടാതെ നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതണം ഇൻഷാ അല്ലാഹ്. ഈ രൂപത്തിലാണ്. അപ്പോൾ 2 ഭാഗവും കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എഴുതുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് വിട്ട ഭാഗം പൂരിപ്പിക്കുക എന്നുള്ള ചോദ്യങ്ങളായിരിക്കും. വിട്ട ഭാഗം പാഠഭാഗത്തുള്ള ചില വരികളിൽ നിന്നൊക്കെ വിട്ട ഭാഗങ്ങൾ ഇവിടെ പൂരിപ്പിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. വഖുർ റബ്ബി എന്നതിൽ ഡാഷിനെ റായിൽ ഇദ്ഗാം ചെയ്തു. വഖുർ റബ്ബി എന്നുള്ളിടത്ത് ഏത് അക്ഷരത്തെയാണ് റായിൽ ഇദ്ഗാം ചെയ്തത്, ലാം എന്ന അക്ഷരത്തെയാണ് അല്ലേ. ലാം ഇവിടെ നിങ്ങൾ കണ്ടില്ലേ, ഈ ലാമിനെ ഈ റായിലേക്ക് ഇദ്ഗാം ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അവിടെ എന്താണ് എഴുതുന്നത്, ലാമെന്ന് എഴുതി കൊടുത്താൽ മതി, ലാമെന്ന് എഴുതി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം എന്താ, വസ്ബിർ എന്നതിൽ റായിനെ ഡാഷ് ചെയ്ത് ഓതണം. വസ്ബിർ, റായിന് സുക്കൂനുണ്ട് അല്ലേ, അതിന് മുമ്പ് കസ്റും ഉണ്ട്. അപ്പോൾ എന്താണ്, തർക്കീക്ക് ചെയ്ത് ഓതണം, വസ്ബിർ എന്ന് ഓതണം അല്ലേ. അപ്പോൾ എങ്ങനെ ആയതുകൊണ്ട് തർക്കീക്ക് ചെയ്ത് ഓതണം എന്ന് എഴുതി കൊടുക്കുക കേട്ടോ. ഈ നിയമങ്ങളൊക്കെ നമ്മൾ പഠിക്കണം, എന്നാൽ മാത്രമേ നമുക്കിത് എഴുതാൻ കഴിയുള്ളൂ കേട്ടോ. പിന്നെ ശംസിയായ അക്ഷരങ്ങൾ ഡാഷ് എണ്ണമാണ്. എത്ര അക്ഷരങ്ങളാണ് ശംസിയ അക്ഷരങ്ങളുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ശംസിയ അക്ഷരങ്ങളും കമരിയ അക്ഷരങ്ങളും 14 എണ്ണമാണ്. ഇപ്പോൾ 14 എന്ന് എഴുതി കൊടുക്കുക. അടുത്ത ചോദ്യം, നഖ്തിം എന്നതിൽ ഡാഷ് എന്നിവ കമരിയ ഹർഫുകളാണ്. അപ്പോൾ ശംസിയ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്, കമരിയ അക്ഷരങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പഠിക്കണം. നഖ്തിം എന്നുള്ളിടത്ത് ഏതൊക്കെയാണ്, ഹാവും മീമും ആണ് എന്തുള്ളത്, കമരിയ അക്ഷരങ്ങളത്. അപ്പോൾ ശംസിയ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്, കമരിയ അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. പിന്നെ മറ്റൊരു ചോദ്യം, ബിഹി അഹദ എന്നതിലെ ഹായിനെ ഡാഷ് ഓതണം. ബിഹി അഹദ എന്നുള്ളിടത്ത് ഹായിനെ എന്ത് ചെയ്യേണ്ടത്, നീട്ടി ഓതണമല്ലേ. കാരണം ഹായിൻ്റെ മുമ്പും ശേഷവും ഹർക്കത്താണുള്ളത്, അപ്പോൾ നീട്ടി ഓതണം. പിന്നെ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ബിഹി എന്നതിൻ്റെ ഹായിന് ശേഷം എന്ത് വന്നിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുള്ളത് ഹംസയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ എന്തുണ്ടാവും,
മുത്തസിലായ മദ്ദും ഉണ്ടാവും, അല്ല മുൻഫസിലായ മദ്ദും ഉണ്ടാവും. അതും നമ്മൾ എന്ത് ചെയ്യണം, കൂട്ടത്തിൽ ശ്രദ്ധിക്കണം. അപ്പോൾ മദ് മുൻഫസിൽ ചെയ്ത് ഓതുക അല്ലെങ്കിൽ നീട്ടി ഓതുക, രണ്ടാലൊന്ന് എഴുതി കൊടുക്കട്ടെ. മദ് മുൻഫസിൽ എഴുതുകയാണെങ്കിൽ നല്ലത്, കാരണം അവിടെ അഹദ എന്നുള്ള ഹംസ വന്നതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നീട്ടി ഓതുക എന്ന് ഏതായാലും ശരിയാണ്, എന്നാലും നല്ലത് മുൻഫസിൽ ചെയ്ത് ഓതുക എന്നുള്ളത് തന്നെ ആയിരിക്കും കേട്ടോ, ഇൻഷാ അല്ലാഹ്. ഇനി അടുത്ത ചോദ്യം, റാഇൻ്റെ ഹർക്കത്ത് ഡാഷ് ആയാൽ റാഇനെ തർക്കീക്ക് ചെയ്യണം. റായിൻ്റെ ഹർക്കത്ത് എന്താവുമ്പോഴാണ് റായിനെ തർക്കിക്കയിൽ ഓർമ്മ ഉണ്ടോ എന്ന് പറഞ്ഞു നോക്കൂ. റായിൻ്റെ ഹർക്കത്ത് കെസ്റാവുമ്പം എന്ത് ചെയ്യണം, അവിടെ നമ്മൾ എന്ത് ചെയ്യണം, തർക്കീക്ക് ചെയ്ത് ഓതണം. അപ്പോൾ ഈ രൂപത്തിൽ വിട്ടഭാഗം പൂരിപ്പിക്കാനുള്ള ചോദ്യങ്ങളുണ്ടാവും. മറ്റൊരു ചോദ്യ പേപ്പറിലുള്ള ചോദ്യം നമുക്ക് നോക്കാം. വിട്ടഭാഗം പൂരിപ്പിക്കുക എന്നുള്ള ചോദ്യങ്ങൾ നോക്കുകയാണെങ്കിൽ റായിന് കെസ്റാണെങ്കിൽ റായിനെ ഡാഷ് ഓതണം. എന്താണ്, തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു തന്നെയാണ് അല്ലേ, ഒന്ന് പറഞ്ഞു നോക്കൂ. തർക്കീക്കായിട്ട് ഓതണം. അടുത്ത ചോദ്യം, വിഫാഖ എന്നതിലെ ഫായിന് ശേഷമുള്ള അലിഫിനെ ഡാഷ് ചെയ്ത് ഓതണം. വിഫാഖ എന്നുള്ള ഫായിന് ശേഷം ഒരു അലിഫ് കണ്ടില്ലേ, ഇവിടെ നമ്മൾ ഫായിന് ശേഷം അലിഫ് കണ്ടില്ലേ, നോക്കൂ. ഈ ഫായിൻ്റെ ശേഷമുള്ള ഈ അലിഫിനെ എങ്ങനെ ഓതേണ്ടത്? ഫാ എന്നുള്ള അക്ഷരം എന്താണ്, തഫ്ഹീമാണോ തർക്കീക്കാണോ? പറഞ്ഞു നോക്കൂ, തർക്കീക്കാണല്ലേ. തർക്കീക്കിൻ്റെ അക്ഷരമാണെങ്കിൽ അതിനെ എന്ത് ചെയ്യണം, അലിഫിനെയും എന്ത് ചെയ്യണം, തർക്കീക്കായിട്ട് ഓതണം അല്ലേ, നമ്മൾ പഠിച്ചതാണ്. പിന്നെ ബർ റബ്ബുക്കും എന്നതിൽ ഡാഷിനെ റായിൽ ഇദ്ഗാം ചെയ്യണം. ബർ റബ്ബുക്കും എന്നതിൽ ഇവിടെ എന്താണ്, ബാ ഉണ്ട് ഈ റായിലെ. അപ്പോൾ ഈ ലാമിനെയാണ് എന്ത് ചെയ്യേണ്ടത്, അവിടെ ഇദ്ഗാം ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ലാ എന്ന് നമ്മൾ ഇവിടെ എഴുതി കൊടുക്കണം കേട്ടോ. ലാ എന്ന് എഴുതി കൊടുത്താൽ അവിടെ ശരിയാവും. ലാമിനെ എന്ത് ചെയ്യണം, അവിടെ ഇദ്ഗാം ചെയ്യണം. അടുത്ത ചോദ്യം, ഹിജ്റ ഡേഷാം വർഷത്തിലാണ് ഖുർആൻ ഒരു മുസ്ഹഫിൽ ക്രോഡീകരിച്ചത്. ഹിജ്റ എത്രാം വർഷമാണ് ഖുർആൻ ക്രോഡീകരിച്ചത്? നമ്മൾ പഠിച്ചതാണല്ലേ, ജംഉൽ ഖുർആൻ എന്നുള്ള പാഠത്തിൽ പഠിച്ചതാണ്. ഹിജ്റ 12ാം വർഷമാണ് മുസ്ഹഫ് രൂപത്തിൽ ക്രോഡീകരിച്ചത്. അടുത്ത ചോദ്യം, ഇദ്ലംതും എന്നതിൽ എന്ത് ചെയ്യണം, എന്ന അക്ഷരത്തെയാണ് ഇദ്ഗാം ചെയ്തത്. ഇവിടെ ഇപ്പോൾ ഏത് അക്ഷരത്തെ ഇദ്ഗാം ചെയ്തത്? ഇത് ലംതും അല്ലേ, ഇതിനാണ് ലാലിനെയാണ് ഇദ്ഗാം ചെയ്തത് കേട്ടോ. അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ വളരെ ഈസിയാണ് പരീക്ഷയ്ക്ക്. പിന്നെ അടുത്ത ചോദ്യം, ഹാ ഉല്ലമീറിന് തൊട്ട് മുമ്പ് ഡാഷ് വന്നാൽ ഹാ ഉല്ലമീറിനെ നീട്ടാതെ ഓതണം. എന്താണ് ഹാ ഉല്ലമീറിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ ശേഷമൊക്കെ എന്ത് വന്നാൽ, സുക്കൂന് വന്നാൽ ഹാ ഉല്ലമീറിനെ നീട്ടാതെ ഓതൂല്ലേ. ഒക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ, നമ്മളൊന്ന് ശ്രദ്ധിച്ച് പരീക്ഷ എഴുതിയാൽ മതി. ഇനി അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഒറ്റ വാക്കിൽ ഉത്തരേതാനുള്ള ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക എന്നുള്ള ചോദ്യമാണ് പിന്നെ വരട്ടെ. വിട്ടഭാഗം പൂരിപ്പിക്കാൻ കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക എന്നുള്ള ചോദ്യം ഉണ്ടാവും. അതിലും ഒന്നാമത്തെ ചോദ്യം, ഇല്ലലംതും എന്നതിൽ ഏത് അക്ഷരത്തെ ഇദ്ഗാം ചെയ്യണം? ഇല്ലലംതും നേരത്തെ കണ്ട തന്നെയാണ് അല്ലേ, വേറെ ചോദ്യപ്പേപ്പറിൽ നമ്മൾ കണ്ടാണ്. എന്താണ്, ദാലിനെ ഇദ്ഗാം ചെയ്യണം. മറ്റൊരു ചോദ്യം, സക്കാത്ത് എന്നതിലെ റസ്മുൽ ഉസ്മാൻ നിയമം എന്താ? സക്കാത്ത് എന്നുള്ളിടത്ത് എങ്ങനെയാണ് എഴുതുക? ശരിക്കും അലിഫ് ഇട്ടിട്ടാണ് എഴുതല്ലേ, സക്കാത്ത് അല്ലേ, ഇങ്ങനെയാണ് എഴുതുക സക്കാത്ത് എന്നുള്ളത്. പക്ഷേ നമ്മളെ മുസ്ഹഫിൽ ഈ രൂപത്തിലാണ് കാണുക. അപ്പോൾ എന്താണ്, ഒരു അക്ഷരത്തിന് പകരം മറ്റൊരു അക്ഷരത്തെ എഴുതി അതിനെന്താണ് പറയുക, എന്ത് പറയും പറഞ്ഞു നോക്കൂ, ബദൽ എന്നാണ് പറയുക കേട്ടോ. ഇനി വേറെ ചോദ്യം, റായിനെ തഫ്ഹീം ചെയ്ത സന്ദർഭങ്ങൾ എത്ര? റായിനെ തഫ്ഹീം ചെയ്യേണ്ട സന്ദർഭം എത്രയാണ് പറഞ്ഞു നോക്കൂ, ഓർമ്മ ഉണ്ടോ? 5 ആണല്ലേ. 5 സ്ഥലങ്ങളിൽ തഫ്ഹീമും 4 സ്ഥലങ്ങളിൽ തർക്കീക്കുമായിട്ടാണ് ഓതേണ്ടത് അല്ലേ. അതൊക്കെ അത് ഓർമ്മ ഉണ്ടല്ലോ അല്ലേ. പിന്നെ വേറെ ചോദ്യം, ഖസമുൻ എന്നതിൽ ശംസിയായ അക്ഷരം ഏത്? ഖസമുൻ എന്നതിലെ ശംസിയ അക്ഷരം ഏതാ? ശംസിയ അക്ഷരങ്ങളും കമരിയ അക്ഷരങ്ങളും നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും. ഇവിടെ സീനാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ശംസിയായത് ഏതാണ്, കമരിയായത് ഏതാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. പിന്നെ വേറെ ചോദ്യം, കമരിയായ 2 അക്ഷരങ്ങൾ എഴുതാനാണ്. കമരിയായ അക്ഷരങ്ങളിൽ നിന്ന് 2 എഴുതുക. അതിന് നമ്മളത് വേർതിരിച്ച് പഠിക്കൽ നിർബന്ധമാണ്. ഇവിടെ നമ്മൾ മുഴുവൻ എഴുതി കൊടുത്തിട്ടുണ്ട്. നിങ്ങളെന്ത് ചെയ്യുക, 2 ചോദ്യത്തിൽ പറഞ്ഞ അത്രയും കാര്യങ്ങൾ എഴുതി കൊടുത്താൽ മതി. ഇത്തരം അക്ഷരങ്ങളാണ് കമരിയായ അക്ഷരങ്ങൾ. എന്ത് ചെയ്യുക, അതിൽ നിന്ന് 2 എഴുതി കൊടുക്കേണ്ടത് ഇൻഷാ അല്ലാഹ്. പിന്നെ വേറെ ചോദ്യം, ഹാ ഉല്ലമീറിനെ നീട്ടാതെ ഓതയതിന് ഒരു ഉദാഹരണം എഴുതാൻ പറയുന്നുണ്ട്. ഹാ ഉല്ലമീറിനെ നീട്ടാതെ എഴുതിയതിന് ഉദാഹരണം എന്താ? ഏതെങ്കിലും ഒന്ന് എഴുതി കൊടുത്താൽ മതി. മിൻഹുൽ വത്തീൻ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഹാ ഉല്ലമീറിന് മുമ്പോ ശേഷമോ എന്തുണ്ട്, സുക്കൂൻ ഉണ്ടായാൽ മതി അല്ലേ. അപ്പോൾ ഈ ഇത്തരം ചില ഉദാഹരണങ്ങൾ എഴുതാൻ നമുക്ക് എത്ര ആലോചിച്ചിട്ടും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്ന് പറയുമോ, നമ്മളിങ്ങനെ ചോദ്യപേപ്പർ ഇങ്ങനെ പരതി നോക്കുക. ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ എന്തുണ്ടാവും, അതിന് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ വരുമ്പം ഇവിടേക്ക് വരുന്നു, ഇവിടേക്ക് വന്നു, ഇവിടെ ഉണ്ടോ, ഇവിടെ ഒന്നില്ലേ, ഇവിടെ ഒരു ഉദാഹരണം ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ഉദാഹരണങ്ങൾ എവിടെയെങ്കിലും ചിലപ്പോൾ ചോദ്യപേപ്പറിൽ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഉദാഹരണം ഒരു നിലക്കും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ചോദ്യപേപ്പർ ഒന്ന് പരത്തി നോക്കട്ടോ. പിന്നെ മറ്റൊരു ചോദ്യം, അടുത്ത ഒരു ചോദ്യപേപ്പറിലുള്ള ചോദ്യമാണ് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനുള്ള ചോദ്യങ്ങൾ നോക്കാം.
ഇല്യാസീൻ എന്ന് 2 രൂപത്തിൽ ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. ആ റസ്മുൽ ഉസ്മാനിയിലുള്ളത് ഏതാണെന്നുള്ളതാണ്. അപ്പോൾ റസ്മുൽ ഉസ്മാനിയിലുള്ളതും അതുപോലെ തന്നെ ഖിയാസിയായ രൂപം എന്നുള്ള രൂപത്തിൽ നമ്മളെ പുസ്തകത്തിൽ പട്ടികയായിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കാൻ നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഇല്യാസീൻ എന്ന് എങ്ങനെയാണ് ഖുർആനിലുള്ളത്? ഒന്ന് ഓർത്ത് നോക്കൂ, ഏതാണ് ശരി, ഏതാണ് ഒന്നാമത്തതാണോ ശരി, രണ്ടാമത്തതാണോ ശരി? നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാണ്. പറയൂ. ഇല്യാസീൻ എന്ന് ഇങ്ങനെ എഴുതുമ്പോഴാണ് ശരിയാവട്ടോ. ഇല്യാസീൻ എന്നുള്ളത് ഇവിടെ ഒരു ചെറിയ കുഞ്ഞ് അലിഫൊക്കെ ഉണ്ടാവും, ഇല്യാസീൻ കേട്ടോ. ആ രൂപമാണ് ശരി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ അടുത്ത ചോദ്യം, ബിറൂഹിൻ യുരീദു അറാദ. ഇതിൽ റായിനെ തർക്കിക്ക് ചെയ്തതിന് ഉദാഹരണം ഏതാ? റായിനെ തർക്കിക്ക് ചെയ്യേണ്ട എപ്പോഴാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ബിറൂഹ് എന്നുള്ള റായിന് ലമ്മാണുള്ളത്, അപ്പോൾ അവിടെ തഫ്ഹീമാണ് ചെയ്യേണ്ടത്. യുരീദുൻ്റെ ഇവിടെ റായിന് കെസറുണ്ട്, അപ്പോൾ എന്ത് ചെയ്യണം? തർക്കിക്ക് ചെയ്യണം. അറാദിൻ്റെ അവിടെ ഫത്തഹാണുള്ളത്, അപ്പോൾ തഫ്ഹീം ചെയ്യണം. അപ്പോൾ എന്താണ് ശരി ഉത്തരം? യുരീദു എന്നുള്ളതാണ് കേട്ടോ. യുരീദു എന്നതാണ് ശരി. അടുത്ത ചോദ്യം, ശംസിയായ ഹർഫുകൾ എത്ര? ശംസിയായ ഹർഫുകളും അതുപോലെ തന്നെ ഖമരിയ അക്ഷരങ്ങളൊക്കെ ഒരേ എണ്ണം തന്നെയാണ് അല്ലേ, നമ്മൾ നേരത്തെ കണ്ടതാണ്. എത്രയാണ് പറഞ്ഞു നോക്കൂ. 14. ഇനി അടുത്ത ചോദ്യം, അലം നഖ്ലുക്കും എന്നതിൽ ഏത് അക്ഷരത്തെ ഇദ്ഗാം ചെയ്തതാണ്? അലം നഖ്ലുക്കും എവിടെയാണ് ഇദ്ഗാം സംഗതി നടക്കുന്നതൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണ്ടോ. ഇവിടെയാണ് ഈ സംഭവം നടക്കുന്നതില്ലേ. 2 കാഫ്, ഒന്നാമത്തെ കാഫിന് സുക്കൂനാണ്, രണ്ടാമത്തെ കാഫിന് എന്താണ്? ഹർക്കത്താണുള്ളത്. അപ്പോൾ ഒന്നാമത്തെ കാഫിന് രണ്ടാമത്തെ കാഫിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഏത് അക്ഷരത്തെയാണ് ഇദ്ഗാം ചെയ്തത്? കാഫിനാണ് കേട്ടോ. ഒന്നാമത്തെ ക എന്നുള്ള അക്ഷരത്തെയാണ് ഇദ്ഗാം ചെയ്തിട്ടുള്ളത്. പിന്നെ റായിന് കെസ്റായതിനാൽ തർക്കീക്ക് ചെയ്തതിന് ഒരു ഉദാഹരണം. റായിന് കെസ്റാകുന്ന സമയത്ത് തർക്കീക്ക് ചെയ്തതിന് ഉദാഹരണം നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി കേട്ടോ. നമുക്ക് ഓർമ്മയുള്ള എന്താണ്? ഫരിഹ എന്ന് എഴുതാൻ പറ്റും, അതൊരു ഉദാഹരണമാണ്. ഇനി അങ്ങനെ ഓർമ്മയിലില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമുക്കൊരു ഉദാഹരണം കിട്ടിയിട്ടുണ്ടല്ലേ. ഇവിടെ അങ്ങനെ ഒരു ഉദാഹരണം തർക്കീക്ക് ചെയ്തതിന് ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓർമ്മയില്ലെങ്കിൽ ആ രൂപത്തിലൊക്കെ ഉദാഹരണങ്ങൾ കണ്ടെത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക കേട്ടോ, ഇൻഷാ അല്ലാഹ്. പിന്നെ മറ്റൊരു ചോദ്യം ഉള്ളത്, ഈ ഒരു ചിഹ്നം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ചിഹ്നത്തിൻ്റെ പറയുന്ന പേരെന്താണെന്നുള്ളതാണ്. ആ ചിഹ്നത്തിൻ്റെ പേരുണ്ട്. അതുപോലെ തന്നെ ചെറിയ വാവ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പേര് നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. എന്താണത്? അതിൻ്റെ പേരെന്താ പറയുന്നത്? പറഞ്ഞു നോക്കൂ. പറഞ്ഞു നോക്കൂ. എന്താണ് പറയുക അതിനെ? അൽ യാവു സഗീറ എന്ന് പറയും, മറ്റേതിന് അൽ വാവു സഗീറ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ എന്താണ്, എവിടെയാണത് വരല്? ഓർമ്മ ഉണ്ടോ? നമ്മളെ ഹാവുൽ ലമീറിൻ്റെ മുമ്പും ശേഷവും ഹർക്കത്താണെങ്കിൽ അവിടെയാണ് ഈ സാധനം വരല്ലേ. അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കും കേട്ടോ. ഇനി മറ്റൊരു ചോദ്യമുള്ള ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനാണ്. ഒരു വാചകം വേണം, ആ രൂപത്തിൽ ഉത്തരം എഴുതാനാണ്. അൽ മസീർ എന്നതിലെ റായിനെ തർക്കിക്ക് ചെയ്യാൻ കാരണം എന്താ? ഇപ്പോൾ റായിനെ ഇവിടെ തർക്കിക്ക് ചെയ്തു എന്നുള്ളത്. അപ്പോൾ ഇവിടെയും റായിനെ തർക്കിക്ക് ചെയ്യാനുള്ള ഒരു ഉദാഹരണം ഇവിടെ ഉണ്ട് കേട്ടോ. ഉദാഹരണങ്ങൾക്ക് എമ്പാടും ചോദ്യ പേപ്പറിൽ ഉണ്ടാവും, അത് നിങ്ങൾ കണ്ടെത്തിയാൽ മതി ഓർമ്മയില്ലെങ്കിൽ. അപ്പോൾ മസീർ എന്നുള്ളതിന് എന്താണ്? അവിടെ റായിന് എന്താണ്? വഖഫ് ചെയ്യുന്ന സമയത്ത് സുക്കൂനായിക്കും മുമ്പ് എന്താണുള്ളത്? സുക്കൂനുള്ള യാ ഉണ്ട്, അതുകൊണ്ട് അതിനെ എന്ത് ചെയ്യണം? തർക്കിക്ക് ചെയ്യണം എന്നുള്ളതാണ്. അത് നമുക്ക് എഴുതാൻ കിട്ടണം. സാക്കിനായ റായിന് മുമ്പ് സുക്കൂനുള്ള യാ ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യണം? തർക്കിക്ക് ചെയ്യണം എന്നുള്ളതാണ് എഴുതി കൊടുക്കേണ്ടത്. ആ രൂപത്തിൽ മനസ്സിലാക്കി വെക്കുക കേട്ടോ. പിന്നെ വേറെ ചോദ്യം, ഇളാമൻ എന്നതിലെ അലിഫിനെ തഫ്ഹീം ചെയ്യണം. കാരണം എന്താ? ഇളാം അല്ലേ. അതെന്താണ്? ഹുസ്സലാത്തിൻ ഖിൽ നമ്മൾ പഠിച്ചതാണല്ലേ. ലാഇന് എന്ത് ചെയ്യണം? അത് തഫ്ഹീം ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിനെ നീട്ടാൻ വന്ന അലിഫിനെയും എന്ത് ചെയ്യണം? തഫ്ഹീം ചെയ്യണം. അപ്പോൾ എന്താണ്? തഫ്ഹീമിൻ്റെ ഹർഫിനെ നീട്ടാൻ വന്നതായത് കൊണ്ടാണ് അവിടെ എന്ത് ചെയ്യേണ്ടത്? ആ അലിഫിനെ നീട്ടുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി വെക്കുക. വേറെ ചോദ്യം, ശംസിയായ ഹർഫുകളിൽ നിന്ന് 8 എഴുതാനാണ്. ശംസിയ അക്ഷരങ്ങൾ 14 അതിൽ 8 എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ അത് നേരത്തെ നമ്മൾ ഒരുപാട് പറഞ്ഞതാണ്. ശംസിയും ഖമരിയും നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണം അക്ഷരങ്ങളിലെ. അപ്പോൾ നമ്മൾ 14 അക്ഷരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ 8 നിങ്ങൾ 8 എഴുതി കൊടുത്താൽ മതി. ഇൻഷാ അല്ലാഹ് ആ രൂപത്തിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. വേറെ ചോദ്യം, ഹാ ഉൽ ലമീറിനെ നീട്ടി ഓതണം എപ്പോഴാണ് ഹാ ഉൽ ലമീറിനെ നീട്ടി ഓതേണ്ടത്? അപ്പോൾ നമ്മൾ ഒരുപാട് ഉദാഹരണങ്ങൾ പഠിച്ചു, പക്ഷേ എപ്പോഴാണെന്ന് നമ്മൾ എഴുതി പഠിച്ചിട്ടില്ലല്ലേ. എപ്പോഴാണ് എഴുതാൻ ഇവിടെയുണ്ട്? ഹാ ഉൽ ലമീറിൻ്റെ മുമ്പും ശേഷവും ഹർക്കത്തുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ നീട്ടി ഓതണം അല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. വേറെ ചോദ്യം, ഇദ്ഗാം എന്നാൽ എന്താണ് ഇദ്ഗാം എന്ന് പറഞ്ഞാൽ? ഇദ്ഗാം ഒരു അക്ഷരത്തെ മറ്റക്ഷരത്തിലൊക്കെ പഠിച്ചിട്ടില്ലേ. എങ്ങനെയാണ് ഇനി കറക്റ്റ് എങ്ങനെ പറയാം അല്ലേ? സാക്കിനായ ഒരു അക്ഷരത്തെ ശേഷം വന്ന ഹർക്കത്തുള്ള അക്ഷരത്തിൽ ചേർത്ത് ശ്രദ്ധ ചെയ്ത് ഉച്ചരിക്കുന്നതിനാണ് എന്ത് പറയുക? ഇദ്ഗാം എന്ന് പറയാം കേട്ടോ. അപ്പോൾ അത് ഈ കാര്യങ്ങളൊക്കെ മുഴുവനായിട്ട് എഴുതണം. സാക്കിനായ അക്ഷരം എന്ന് വേണം, അതുപോലെ തന്നെ ശേഷം വന്ന ഹർക്കത്തുള്ള അക്ഷരം എന്ന് വേണം, ശ്രദ്ധ ചെയ്ത് ഉച്ചരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ വേണം കേട്ടോ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആ രൂപത്തിലൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
പിന്നെ വേറെ ചോദ്യപേപ്പർ ഒറ്റ ഭാഗത്ത് ഉത്തരം എന്താണെന്നുള്ള ചോദ്യപേപ്പറാണ്. അതിലും ഇദ്ഗാം എന്നാൽ എന്നുള്ള ചോദ്യം തന്നെയാണ് ആദ്യം വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ് എന്താണ് സാക്കിനായ ഒരു അക്ഷരത്തെ ശേഷം വന്ന അക്ഷരത്തിലുള്ള ഉച്ചരിക്കുന്നതിന് എന്തുവാ ഇദ്ഗാം പറഞ്ഞത്. ഹർക്കത്തുള്ള അക്ഷരത്തിൽ ചേർത്ത് ശ്രദ്ധ ചെയ്ത് ഉച്ചരിക്കുന്നതിനാണ് എന്താ പറയുക, ഒരക്ഷരമായിട്ട് ഉച്ചരിക്കുന്നതിനാണ് എന്ത് പറയുക, ഇദ്ഗാം എന്ന് പറയാം. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. വേറെ ചോദ്യം, ഖുർആൻ ക്രോഡീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു ആരോട്? നേരത്തെ നമ്മൾ ഏത് വർഷമാണ് ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടതെന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. ഇത് ആരാണ് ആവശ്യപ്പെട്ടത്, ആരോട് ആവശ്യപ്പെട്ടത് എന്നുള്ളതാണ്. ആരാണ് ആവശ്യപ്പെട്ടത്? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടാണ് ആവശ്യപ്പെട്ടത് അല്ലേ. ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് എന്ന് എഴുതിയാൽ മതി കേട്ടോ. വേറെ ചോദ്യം, ഹംസയുടെ വ്യത്യസ്തമായ 4 എഴുത്ത് രീതികൾക്ക് ഓരോ ഉദാഹരണം എഴുതുക. നമ്മൾ റസ്മുൽ ഉസ്മാനി നിയമങ്ങൾ പഠിച്ചു കൊടുത്ത് ഹംസയുടെ വ്യത്യസ്തമായ ഒരുപാട് രീതികൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിനുള്ള ഓരോ ഉദാഹരണങ്ങളാണ്. ഹംസ ഒറ്റക്ക് നിൽക്കുന്നത്, ഹംസ അലിഫുമ്മ നിൽക്കുന്നത്, ഹംസ വാവുമ്മ നിൽക്കുന്നത്, അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹംസ അലിഫുമ്മ നിൽക്കുന്നത്, വാവുമ്മ നിൽക്കുന്നത്, അതുപോലെ തന്നെ യാവുമ്മ നിൽക്കുന്നത്, അങ്ങനെ ഒറ്റക്ക് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ആ അതിനൊക്കെയുള്ള ഓരോ ഉദാഹരണങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം. നമ്മൾക്ക് അങ്ങനെ ഒരു ചോദ്യം വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ഉദാഹരണങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം കേട്ടോ. അടുത്ത ചോദ്യം, അൽ മസീർ എന്നതിലെ റായിനെ തർക്കീക്ക് ചെയ്യണം, കാരണം എന്താ? നേരത്തെ നമ്മൾ കണ്ടു അല്ലേ ആ ചോദ്യം. എന്താണ് കാരണം? റായിന് സുക്കൂനാണ്, അതിന് മുമ്പുള്ളത് യാ ആണ്. അപ്പം സാക്കിനായ റായിന് മുമ്പ് സുക്കൂനുള്ള യാ വരിക അല്ലേ. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം, തർക്കീക്ക് ചെയ്യണം എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ് കേട്ടോ. ഇനി വാവിനെ തഫ്ഹീം ചെയ്യണം. അപ്പോൾ വാവിനെ എപ്പോഴാണ് തഫ്ഹീം ചെയ്യേണ്ടത്, എപ്പോഴാണെന്ന് ആലോചിച്ച് നോക്കൂ, ഓർമ്മ ഉണ്ടോ? എന്താണ് വാവ് ഇസ്തിഇലാഇൻ്റെ അല്ലെങ്കിൽ തഫ്ഹീമിൻ്റെ ഹർഫിനെ നീട്ടാൻ വരുമ്പോഴാണ് എന്ത് ചെയ്യേണ്ടത്, അങ്ങനെ തഫ്ഹീം ചെയ്യേണ്ടത് അല്ലേ. തർക്കീക്കിൻ്റെ ഹർഫിനെ നീട്ടാൻ വരുമ്പോൾ വാവിനെ എന്ത് ചെയ്യണം, തഫ്ഹീം ചെയ്യണം. അപ്പോൾ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കട്ടോ. പിന്നെ അടുത്ത ചോദ്യമുള്ളത്, യക്ഫുറൂൻ എന്നതിലുള്ള ശംസിയ അക്ഷരങ്ങൾ ഏതെല്ലാം എന്നുള്ളതാണ്. നമ്മളിവിടെ ശംസിയ അക്ഷരങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ അക്ഷരങ്ങളൊക്കെയാണ് ശംസിയ അക്ഷരങ്ങൾ. അതിൽ ഏതൊക്കെയാണ് യക്ഫുറൂൻ എന്നതിൽ വന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ നോക്കി മനസ്സിലാക്കുക എന്നുള്ള റാവും നൂനാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അത് അങ്ങനെ നോക്കി മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്ക് വേണം. നമ്മൾ ശംസിയായ അക്ഷരങ്ങൾ ഏതാണ് എന്നുള്ളതും കമരിയായ അക്ഷരങ്ങൾ ഏതാണെന്നുള്ളതും നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കാൻ നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ. അടുത്ത ചോദ്യം, ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുസ്ഹഫിലെ പല കോപ്പികൾ തയ്യാർ ചെയ്തു, കാരണം എന്തുകൊണ്ടാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുസ്ഹഫ് ഒരുപാട് കോപ്പികൾ ഉണ്ടാക്കിയത്? അതെന്തായിരുന്നു അല്ലേ. നമ്മളെ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലത്ത് അതിനെ കോപ്പി എടുത്തു പല ഭാഗങ്ങളിലേക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇതിന് കാരണം എന്തായിരുന്നു? കാരണം എന്താണെന്ന് വെച്ചാൽ മുസ്ലിങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയും ഇസ്ലാം വിവിധ നാടുകളിൽ വ്യാപിക്കുകയും ചെയ്തതിനാലാണ് അല്ലേ. അങ്ങനെ എല്ലാ നാടുകളിലും വായിച്ച് അവിടെ കുറേ തെറ്റുകളൊക്കെ വരാൻ സാധ്യതയുണ്ടായി. അങ്ങനത്തെ കാരണങ്ങൾ കൊണ്ടതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഒരുപാട് കോപ്പികൾ ഉണ്ടാക്കി എല്ലായിടത്തേക്കും വിട്ടുകൊടുത്തില്ലേ. അപ്പം ആ കാരണം നമ്മൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അടുത്ത ചോദ്യം, ശംസിയായ ഹർഫുകളിൽ 4 എഴുതാനാണ്. ഈ ചോദ്യം ഒരുപാട് കാണുന്നുണ്ട്, ശംസിയ അക്ഷരങ്ങൾ കമരിയ അക്ഷരങ്ങൾ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അത് വേർതിരിച്ച് മനസ്സിലാക്കി വെക്കുക. നമ്മളിവിടെ മുഴുവൻ അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പുസ്തകത്തിൽ നോക്കി ശംസിയായത് ഏതൊക്കെയാണ്, കമരിയായത് ഏതൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. കാരണം അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ നമ്മളെ 2 ചോദ്യപേപ്പറിലായിട്ട് കാണുന്നുണ്ട്. പിന്നെ അടുത്ത ചോദ്യം, ഹാവുൽ ലമീറിനെ ഒരു അലിഫിൻ്റെ ഖദർ നീട്ടി ഓതണം. എപ്പോഴാണ് ലമീർ അതിനെ നീട്ടി ഓതേണ്ടത്? എപ്പോഴാണ് സാക്കിന ഹാവുൽ ലമീറിന് മുമ്പും ശേഷവും ഹർക്കത്തുണ്ടെങ്കിൽ ഹാവുൽ ലമീറിനെ നീട്ടി ഓതണം അല്ലേ. അപ്പോൾ ഹാവുൽ ലമീറിന് മുമ്പും ശേഷവും ഹർക്കത്തുണ്ടെങ്കിലാണ്, സാക്കിനാണെങ്കിലല്ല ഹർക്കത്തുണ്ടെങ്കിലാണ്. അത് നമ്മൾ മനസ്സിലാക്കി വെക്കട്ടോ. ഇനി അത് കഴിഞ്ഞ് നമുക്ക് വരുന്ന ചോദ്യങ്ങൾ 5 വരിയിൽ കുറയാതെ എഴുതാനുള്ള ചോദ്യങ്ങളായിരിക്കും അല്ലേ, കുറിപ്പ് എഴുതാനുള്ള ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ അതിന് ഹാവുൽ ലമീർ എന്ന ചോദ്യം വന്നിട്ടുണ്ട്, റസ്മുൽ ഉസ്മാനി എന്ന ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഹാവുൽ ലമീറിനെ കുറിച്ച് 5 വരിയിൽ എഴുതാൻ പഠിക്കണം, റസ്മുൽ ഉസ്മാനിയെക്കുറിച്ച് 5 വരിയിൽ എഴുതാൻ പഠിക്കണം. ഇവിടെ നമ്മൾ ചെറിയ രൂപത്തിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. എത്ര തോനെ വേണമെന്നില്ല, ഏതായാലും നിങ്ങൾ ആ 5 വരി നിറയെ എഴുതണം കേട്ടോ. അതുപോലെ തന്നെ റസ്മുൽ ഉസ്മാനിയെക്കുറിച്ചും ഇതേ രൂപത്തിൽ എഴുതാൻ പഠിക്കുക. അതുപോലെ തന്നെ പാഠത്തിൽ വരുന്ന മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇതേ രൂപത്തിൽ എഴുതാൻ പഠിക്കേണ്ടതാണ് കേട്ടോ. അവസാനത്തെ 6 മാർക്ക് ലഭിക്കാൻ 6 മാർക്കിൻ്റെ ചോദ്യമായിരിക്കും ഇത്. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യപേപ്പറിൽ കാണുന്നത് റസ്മുൽ ഉസ്മാനി എന്നുള്ളതും അതുപോലെ തന്നെ തഫ്ഹീം അലിഫി വൽ വാവ്, റസ്മുൽ ഉസ്മാനീൻ്റെ നിയമങ്ങളെക്കുറിച്ച് എഴുതാനും അതുപോലെ തന്നെ തഫ്ഹീം അലിഫിനെയും വാവിനെയും തഫ്ഹീം ചെയ്യേണ്ട എപ്പോഴാണ്, അതിൻ്റെ സന്ദർഭങ്ങളും കാര്യങ്ങളും ഉദാഹരണങ്ങളൊക്കെയാണ്. അപ്പോൾ അതും ഇങ്ങനെ നമ്മൾ ഈ ഒരു 5 വരിയിൽ മുഴുവനായിട്ട് എഴുതണം. ഇവിടെയും 5 വരിയിൽ മുഴുവനായിട്ട് എഴുതണം. നമുക്കതിനെക്കുറിച്ച് നല്ല ധാരണ വേണം. ആ രൂപത്തിൽ മനസ്സിലാക്കി വെക്കുക. ഇൻഷാ അല്ലാഹ് ഇത്തരം കാര്യങ്ങളാണ് കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് നമ്മുടെ ചോദ്യപേപ്പറിൽ കാണുന്നത്. അപ്പോൾ എല്ലാവരും ഇത് നല്ല രൂപത്തിൽ നോക്കി മനസ്സിലാക്കി ഇതിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക.
നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന കൂട്ടുകാർക്ക് അത് അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അല്ലാഹു തആല എല്ലാവർക്കും നല്ല വിജയം പ്രദാനം ചെയ്യുമാറാവട്ടെ.